പ്രത്യേകിച്ച് വൈറ്റ് സ്കിൻ ആയിട്ടുള്ള ആൾക്കാരുടെ സെൻസിറ്റിവിറ്റി ആയിരിക്കില്ല നമ്മുടെ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള കോംപ്ലക്ഷൻ ഉള്ള ആൾക്കാർക്ക് വരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഫിസിയോളജിക്കൽ ഫാക്ടർ മാറേണ്ട സമയമായി. അത് റിസർച്ച് ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഹീറ്റ് ഇൻഡെക്സ് ഉള്ള മെഷേഴ്സ് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടാക്കിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ആപ്റ്റാണ്, അല്ലെങ്കിൽ അത് മതിയോ? അത് ഈ ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ ചൂട് കൂടുന്നതിനെയൊക്കെ അളക്കാൻ ഇത് മതിയോ? തീർച്ചയായും ഇത് പോരാ. കാരണം ഈ ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ 38 ഡിഗ്രിയും ഹ്യൂമിഡിറ്റി ഇത്രയാണെങ്കിൽ 45 അല്ലെങ്കിൽ 48 എന്നൊക്കെ പറയുന്നത്, അത് പൊതുവിൽ മിഡിൽ ആറ്റിറ്റ്യൂഡ് യൂറോപ്പിലും അവിടെയൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ ജനിതകമായിട്ടുള്ള ഫിസിയോളജിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഉപയോഗിക്കുന്ന ഒരു പോളിനോമിയൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുക. പ്രത്യേകിച്ച് വൈറ്റ് സ്കിൻ ആയിട്ടുള്ള ആൾക്കാരുടെ സെൻസിറ്റിവിറ്റി ആയിരിക്കില്ല നമ്മുടെ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള കോംപ്ലക്ഷൻ ഉള്ള ആൾക്കാർക്ക് വരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഫിസിയോളജിക്കൽ ഫാക്ടർ മാറേണ്ട സമയമായി. അത് റിസർച്ച് ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും കളർ ഒരുപോലെയല്ല, പല രീതിയിലുള്ള മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ജനിതകപരമായിട്ടുള്ള ഘടന കൂടി ഫിസിയോളജിക്കൽ എഫക്റ്റ് കൂടി പരിഗണിച്ചുകൊണ്ടുള്ള മോഡിഫൈഡ് ഹീറ്റ് ഇൻഡെക്സ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ട സമയം കഴിയും. എന്തായാലും അത് റിസർച്ച് ഒരു നല്ല റിസർച്ച് ചെയ്യേണ്ടതാണ്. ഒരു അറ്റ്മോസ്ഫിയറിക് സയൻറ്റിസ്റ്റ് മാത്രം പോരാ, അതിനകത്ത് നല്ല ഡോക്ടർമാർ വേണം, ഇതിനെക്കുറിച്ച് അറിവുള്ള ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് ഇത് റെസ്പോണ്ട്. കാരണം നമ്മുടെ എല്ലാം മെലാനിൻ്റെ അളവ് വ്യത്യസ്തമാണ്, അതിനനുസരിച്ചാണ് നമ്മുടെ റെസ്പോൺസ് വരുന്നത്, ശരീരത്തിലെ റെസ്പോൺസ്. അപ്പം നല്ല ഡോക്ടർമാരും ഇവരുടെ എല്ലാം കൂടി ഒരു പ്യുവർലി ഒരു ഹൈലി ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അത് നടത്തേണ്ടതുണ്ട്. തീർച്ചയായും അത് വരാതിരിക്കില്ല. പക്ഷേ നമ്മളിപ്പോഴാണ് അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഒരു ഏതാനും വർഷങ്ങളേ ആയിട്ടുള്ളൂ. 2016 മുതലാണ് നമ്മളൊരു ചൂടിൻ്റെ ഒരു വലിയ പ്രശ്നങ്ങൾ പറയുന്നത്. എന്തായാലും ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.